അമ്മ സോറി അമ്മ, ഇത്തവണ കൂടി ഒന്ന് ക്ഷമിക്കമ്മ പ്ലീസ് അമ്മ, ഞാൻ ഇനി ചെയ്യില്ലമ്മ പ്ലീസ്. അമ്മ ചേട്ടന് ഈ ഒരു തവണ കൂടി ക്ഷമിക്കമ്മ, അവൻ ഇനി ചെയ്യില്ലമ്മ, പാവല്ലവൻ. ധനു, നീ മിണ്ടാതിരിക്കി. അവനെന്താ ചെയ്തതെന്ന് നിനക്കറിയാലോ. കൊഞ്ചം പാത്ത് വീട് കൊഞ്ചം പേസി വീട് என்று என் விழிகள் ஐயோ எனக்கு கோடைக்கால மழை வந்து போன പിന്നും സാലയോരം മരം തന്നാലെ നീ. അതിനത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ അമ്മ അവൻ ചെയ്തേ. ഒരു പ്രാവശ്യം ക്ഷമിക്കാൻ മാട്ടനെ. അമ്മ പ്ലീസ് അമ്മ, ഞാൻ ചെയ്യില്ല പ്ലീസ്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോണം. അമ്മ പോയി, സമാധാനം. വിളിച്ചു. ഓ ധനു ടി വി ആണോ? ഏട്ടാ ടി വി കാണാൻ വന്നാണോ? ഇതാ റിമോട്ട്, ഏട്ടൻ കണ്ടോ? ഞാൻ പൊക്കോളാം. വേണ്ട മോളെ, നീ കണ്ടോടാ. ഏട്ടാ ഞാൻ പറഞ്ഞ കേക്കില്ല ഏട്ടൻ. കാണേട്ടാ. വേണ്ട ധനു. ഏട്ടൻ കണ്ടോ? ഞാൻ പോണം. ഓ എല്ലാം മറந்து ഉൻ പിന്നെ വരുവേ, നീ സമ്മതിത്താൽ நான் நிலவையும் தருவேன், உன்னிழல் தரைப்படும் தூரம் நடந்தேன், அந்த நொடியை தான் கவிதையை வரைந்தேன். பெண்ணே என் கண்ணே செந்தேனே வா முன்னே, என் உயிருக்கும் பெயரை வைத்தாய், என் நாடியை சிலுக்க வைத்தாய், என் நிறவெல்லாம் வெளிச்சம் தந்தாய், என் நான்கர்வம் மறந்தென்று உன் முன்னே பணிய வைத்தாய். എന്തടി മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒരിക്കലും നടക്കാത്ത സ്വപ്നമായിരുന്നു അത്. അവളത് കൊണ്ടുവന്ന് തോന്നിച്ചു. നീ എന്തിനാടാ പട്ടി തെണ്ടി എന്റെ ഐസ്ക്രീം എടുത്ത് തിന്നേ? അതിനാണ് നീ എന്നെ ചവിട്ടിയത്. ആടാ, മര്യാദക്ക് നീ എന്റെ ഐസ്ക്രീം തന്നു. എന്ത് നല്ല അനിയത്തിയായിരുന്നു സ്വപ്നത്തില്. എന്താ അവിടെ ബഹളം? ഞാൻ അങ്ങോട്ട് വരണ രണ്ടിനെ അടിക്കാൻ? അയ്യോ അമ്മ ഇപ്പൊ കണ്ട എന്നെ അടിക്കും. നിനക്ക് വെച്ചിട്ടുണ്ടടാ പട്ടി. ഞാൻ പോവണം. പോയാ ആ കുരുട്ടടക്ക. എന്ത് വിചിത്ര ജീവിയാണോ എന്തോ ഇത്. വലതുണ്ടമ്മ വിശക്കണു. കിടന്ന് സൗണ്ട് ഉണ്ടാക്കാടി പെണ്ണെ. എവിടെ നിങ്ങളുടെ പുത്രനെ കണ്ടില്ലല്ലോ ഫുഡ് കഴിക്കാൻ? അവനെ കുറെ നേരം വിളിക്കണു, അവൻ കേൾക്കണേ ഇല്ല. ഓ തമ്പുരാൻ കേട്ടില്ല അല്ലേ? എന്ന് ഞാൻ പോയി വിളിച്ചിട്ടമ്മ. അയ്യോ വേണ്ടേ, കഴിഞ്ഞ തവണ വിളിക്കാൻ പറഞ്ഞപ്പോ തന്നെ നീ എന്താ കാണിച്ചേ? അതവൻ വിളിച്ചപ്പോ കേൾക്കാത്തപ്പോ കുറച്ചുകൂടെ വെള്ളം മുഖത്തൊഴിച്ചു, അതത്രേ ഉള്ളൂ. അതൊക്കെ എന്ത് കുറച്ച് വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം നീ എന്റെ മോന്റെ തമ്മിൽ ഒഴിച്ചില്ലേ? അതൊന്നും ഒരു പ്രോബ്ലം അല്ല മാ കൈതക്ക്. വന്ന വനമാല. നിന്നെ പോലെ ഊളകളോട് എനിക്ക് സംസാരിക്കാൻ ടൈമില്ല. അമ്മ എനിക്ക് ഫുഡ് എടുത്തേ. പാടാ അവിടെ നീ സംസാരിച്ചിരുന്നിട്ട് എനിക്കെന്താണ്? നീ സംസാരിക്കുക വേണ്ട. അതെ ദൈവമേ, ഞാൻ ആദ്യമായിട്ടാ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞിട്ട് നീ ഇതൊന്നും കേൾക്കാതിരിക്കല്ലേ പ്ലീസ്. ഇന്ന് എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഡേ ആണെന്ന് നിനക്കറിയാലോ. എന്തെങ്കിലും ഒരു ചുള്ള എന്തെങ്കിലും കാണിച്ചു തരണേ. ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയാൻ പാടില്ല, ഇങ്ങോട്ട് വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയണേ. പ്ലീസ് പ്ലീസ് ഒന്ന് നടത്തണേ പ്ലീസ്. ഞാൻ കാണുന്നത് തന്നെ അവിടെ ചെറുക്കാൻ നീയും കാണുന്നേ. എന്താ അവിടെ ഇപ്പം നടക്കുന്നേ? അവൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കണമ്മ. ഇത് കണ്ട ഉറപ്പല്ലേ അവൾ ഏതെങ്കിലും ചെക്കന്മാരെ വളയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുക, അല്ലാതെ ഇവളൊക്കെ ദൈവത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കും. ഹലോ മാഡം ജി, പ്രാർത്ഥിച്ച് കഴിഞ്ഞ? നമ്മൾ നല്ല കാര്യത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് വേണം പോവാൻ, അല്ലാതെ നിന്നെ പോലെ അല്ല കഴുതില്ല. അമ്മ ഞാൻ പോവാണ്. ശരി. എന്നും മറന്നല്ല. എടാ ഒരു 1000 രൂപ തരൂ പ്ലീസ്. പറ്റില്ല, തരാൻ പറ്റില്ല. 1000 രൂപ ഇല്ലാതെ നീ കോളേജിൽ പോയാൽ മതി. ഇങ്ങനെ എച്ചിത്തരം കാണിക്കണ്ട കേട്ടാ നീ. എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട, ഞാൻ പോണം. അമ്മ എന്റെ വാലറ്റ് ഇവിടെ കിട്ടിപ്പോയല്ലോ. എന്തതിലൊരു ലെറ്റർ.
ഹലോ ആദിച്ചേട്ടാ, ഞാനിങ്ങനെ ആദിച്ചേട്ടെന്ന് വിളിക്കുന്നതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? എന്ത് ചെയ്യാം? അതെ, ഞാനൊരു കാര്യം പറയാനായി ലെറ്റർ എഴുതിയത്. ഞാൻ 1000 രൂപ ചോദിച്ചാൽ നീ തരില്ല എന്നറിയാവുന്നതുകൊണ്ട് നിന്റെ ഒരു 1000 രൂപ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ചാച്ചാ എന്റെ 1000 രൂപ പോയേ. നീക്കൊരു അനീതിയാണോടി, പിശാശടി നീ. നീ അത് നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ പാവം ആദിക്ക് മനസ്സിലായി അവൻ ആ പൈസ ഇനി കിട്ടാൻ പോണില്ല എന്ന്. ഇനി നമുക്ക് ധനുവിൻ്റെ കോളേജിൽ എന്താ നടക്കുന്നതെന്ന് കണ്ടാലോ. അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ കോളേജ് കാണാൻ. എന്ത് ലുക്കാ എന്റെ പൊന്നു. എന്തായാലും അങ്ങോട്ട് പോവാം. എടാ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുറച്ച് വെള്ളം വേണോ? ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ. താൻ ഇവിടെ ഇരിക്കേ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? എനിക്കൊന്നും മനസ്സിലായില്ല. അത് പിന്നെ ഹെവനിൽ നിന്ന് ഡയറക്റ്റ് ആയി വീണ ഏഞ്ചൽ അല്ലേ, അപ്പൊ എന്തെങ്കിലും പറ്റിയോന്ന് ഞാൻ ചോദിക്കണ്ടേ? താനാള് കൊള്ളാലോ. ആർ യു ഫ്ലർട്ടിംഗ് വിത്ത് മീ? നോ. യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പോ അതെങ്ങനെയാണ് ഫ്ലർട്ടിംഗ് ആയി മാറുന്നത്? എന്തായാലും ഐ ലൈക്ക് യു. ഇവർക്ക് എന്താ എത്ര നേരം അവിടെ സംസാരിക്കാനുള്ളത്? അവളെ ഞാനവിടെ ഫ്ലർട്ട് ചെയ്യായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. അയ്യോ, സൗണ്ട് കൂടി പോയാ. എന്ത് പറ്റി അതിന്? എടോ, ഞാൻ എന്നാ പോട്ടെ. ശരി എന്നാ. ഹലോ, താനൊന്നും അവിടെ നിന്നേ. താനത്തിനിപ്പ ദേഷ്യപ്പെട്ടെ? അതൊന്നുമില്ല. എന്തോ ഉണ്ടല്ലോ, പറയടോ. എനിക്ക് നിന്നെ ഇഷ്ടല്ല, നീ ഒന്ന് പോയി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടാ? പോയോ? എവിടെ പോയിരിക്കാം? ഇവന്റെ അടുത്ത് തന്നെ പോയിരിക്കണം. നീ എന്തിനാടി എന്റെ അടുത്ത് വന്നിരിക്കുന്നേ? അതിന് നിന്റെ ഫാദറിന്റെ സ്ഥലമൊന്നല്ലല്ലോടാ. നിന്റെ തന്തയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്ന. ഡയറക്റ്റായി വിളിച്ചതാടാ. നിന്നെ ഞാൻ എന്ത് ചെയ്യറിയോ? അല്ല, നിനക്കെന്താ എന്നോട് എത്ര ദേഷ്യം? ഞാൻ മറ്റേ താഴെ കണ്ടവനോട് സംസാരിച്ചത് കൊണ്ടാണ്. നിനക്ക് അവനെ ഇഷ്ടമാണോ? സത്യം പറ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തമ്മിൽ സെറ്റാക്കി തരാം. അത് പിന്നെ എനിക്ക് ചെറുതായിട്ട് അവനോട് ഇഷ്ടം. ഞാൻ അവൻ്റെ ഒപ്പം തന്നെ പഠിച്ച്, പക്ഷെ അവൻ എന്നെ ഇതുവരെയായിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല. നീ എന്നെ സെറ്റാക്കി തരുമോ? ഓ, അങ്ങനെ വരട്ടെ കാര്യങ്ങള്. നോക്കാം, സെറ്റാക്കാൻ നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ലെറ്റ് ബി ഫ്രണ്ട്സ്. ഷുവർ. ഞാൻ ധനു. ആൻഡ് വാട്ട് അബൌട്ട് യു? അർജുൻ. கனவே உனை வந்து சேர நான் இங்க வரம் ஒன்று கேட்டு என் மரணம் நெருங்கிடும் போதும் உன் நினைவில் வாழ்ந்திடுவேன். தீராத துயரத்தில் நானும் காற்றோடேன் கலந்தாய் நீயும் நீங்காத நினைவொளியான அன்பே அன்பே. மறு ஜன்மம் இருந்தால் கூட உயிரே உன் கரம் பிடிப்பேன உன் എടാ, നമുക്ക് സിനിമയ്ക്ക് പോയാലോ? പോവാം. അതീ കൈ വെക്കി അവളുടെ മേലെ. എന്താ വെക്കി വെക്കി. എന്റെ കൈയാണെങ്കിൽ വറച്ചിട്ട് വയ്യ. വെക്കി വെക്കി വെക്കി. പറ്റും, നിന്നെ കൊണ്ട് പറ്റും. ഹലോ, ഇവിടെ എന്താ നടക്കുന്നത്? നീ ഓഫീസിൽ പോണ പറഞ്ഞിട്ട് ഇതാണോടാ നിന്റെ പരിപാടി? അല്ല, അപ്പൊ നീ നിന്റെ മുന്നത്തെ ആളെ വിട്ടോ? നീയല്ലേ പറഞ്ഞ നിന്റെ ഫസ്റ്റ് ലവ് ഞാനാണെന്ന്. അപ്പൊ ഇതിനു മുമ്പ്
വേറെ ആൾക്കാരുണ്ടോ? ആ പണി തരട നിനക്ക്. അപ്പൊ ചേച്ചിക്ക് ഇതൊന്നും അറിയില്ലേ? അവന് മുമ്പ് കുറെ ആൾക്കാരുണ്ട്. എന്ത് മഞ്ജു, സന്ധ്യ, പിന്നെ സാറ. ഈ ഇടയിൽ സാറിനെയാണല്ലേ 2 ദിവസം മുമ്പ് അവൻ ബ്രേക്കപ്പ് ചെയ്തത്. പിന്നീട് അപ്പൊ ചേച്ചി. അവള് പറയുന്ന വിശ്വസിക്കണ്ട, അവള് പറയുന്ന കളത്തരാ. എടാ അത് നിന്നെ സ്വന്തം അനിയത്തില് അവളെങ്ങനെയാണ് കഥകരം പറയാം? നീ ഇത്രയും കാലം എന്നെ ചതച്ചാണ്ട് എനിക്ക് ചീപ്പാണെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ പോവാണ്. മോളെ പോവല്ല മോളെ. ഓ നീ കാരണം അവള് പോയി. നീ ഇവിടെ ഒന്നും വിശ്വസിക്കണ്ടാട്ടാ. ഇവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ, ഇവൾക്ക് ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. അവൻ ഗേയാ. എന്താ ഗേ ആണെന്നോ? എന്നാ ഞാൻ പോട്ടെ പെങ്ങളെ, ശരി. എടാ നിൽക്കടാ, അവന് നിന്നോടൊന്ന് പറയണ്ട്, കേട്ടിട്ട് പോടാ. പോയാ അമ്മ, ധനു എവിടെ? അമ്മ എന്തിനാ അമ്മ കരയുന്നേ? അമ്മ എന്താ പറ്റിയേ? മോനെ അവനെ കാണാനില്ലടാ, എനിക്ക് ടെൻഷൻ ആവണടാ. വിളിച്ചിട്ടാണെങ്കിൽ അവൾ എടുക്കുന്നുമില്ല. എന്റെ മോൾ എവിടെയാണ് എന്തോ. അമ്മ ടെൻഷൻ ആവല്ലേ, ഞാൻ പോയി പോലീസിനെ കംപ്ലൈന്റ് ചെയ്തിട്ട് വരാം. സാർ എൻ്റെ അനിയത്തിനെ കാണാനില്ല. സാധാരണ അവൾ നേരത്തെ വീട്ടിലെത്തണാണ്. എവിടെയെങ്കിലും പോണെങ്കിൽ പോലും പറഞ്ഞിട്ടേ പോവുള്ളൂ. ഓ മിസ്സിംഗ് കേസ് ആണോ? ഡോ മഹേഷ്, ഇതെന്താ നോക്കിട്ട് എഫ്ഐആർ ചെയ്ത്? ധനു, ധനു, ധനു നീ എവിടെയാണ്? സാർ എൻ്റെ അനിയത്തി, അവളെ കണ്ടുപിടിച്ചോ? അതിന് താനാരാ? സാർ ഞാൻ ഇന്നലെ എൻ്റെ അനിയത്തി കാണാനില്ല പറഞ്ഞില്ല. ഓ മിസ്സിംഗ് കേസ്. ഓ അതോ. നിങ്ങൾ വെറുതെ ഇവരെ സ്റ്റേഷനിലേക്ക് വരണമെന്നില്ല, എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കാം. ഓ ലേറ്റായി. അവൻ്റെ പേഴ്സ് എവിടെ? ഇതാണ് നീ കളിക്കില്ലേട്ടാ, എൻ്റെ പേഴ്സ് നീ എടുത്തോന്ന് എനിക്കറിയാം. நிதமும் கனவில் உன்னை தொலைவில் காண்கிறேன். அதனால் இரவை நான் நீட கேட்கிறேன். எழுத்து பிழையாய் என் கவிதையானதே, எனக்கே எதிரி என் இதயமானதே. மறப்பதில்லை நெஞ்சே நெஞ்சே, ஓ நெஞ்சே நெஞ்சே, ஓ நெஞ்சு இன்னும் നീയടി. കാണാതെ പോയ പെൺകുട്ടികളുടെ ഡെഡ് ബോഡീസ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഓരോരുത്തരുടെയും ഡെഡ് ബോഡീസ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. ഇത് ചെയ്തത് ഒരു സൈക്കോ കില്ലർ ആണെന്നാണ് പോലീസിന്റെ നിഗമനം. ആരാണിപ്പോ? ഹലോ, ആരാണ്? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങളൊരു മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ. ഞങ്ങൾക്ക് ഇവിടെ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ അനിയത്തിയുടെ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ദൈവമേ, അതൊരിക്കലും തന്നെ ആവരുത്. സാർ, ഇത് എൻ്റെ അനിയത്തിയല്ല. ഇനിയും പോലീസ് സീരിയസ് അന്വേഷിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനിയത്തിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അർജുൻ, 2 ദിവസം മുമ്പ് ധനു കോളേജ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവൾ അന്ന് നേരെ വീട്ടിലേക്ക് തന്നെ വന്നല്ലോ. എന്താ ഇതുവരെ വീട്ടിലെത്തിയില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, പ്രശ്നമൊന്നുമില്ല. അവള് മേമിന്റെ വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഓർത്തത് അത്. ഓഫീസിലെ തിരക്ക് കാരണം ഞാനിതൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് അറിഞ്ഞില്ല. അപ്പൊ ശരി എന്നാ. ധനു ഈ വഴിയായിരിക്കില്ലേ വന്നിട്ടുണ്ടാവുക. ആദ്യം ഇവിടെ നോക്കാം. അതായത് ധനുവിന്റെ ബാഗില്ലേ? ധനുവിനപ്പോൾ ഇവിടെ നിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സ്റ്റോറിൽ CCTV ക്യാമറ ഉണ്ടല്ലോ.
എനിക്ക് 2 ദിവസം മുന്നത്തെ വെളിയിലത്തെ ക്യാമറയുടെ CCTV ഫുട്ടേജ് വേണം. അതിന് താനാരാ? ഞാൻ തനിക്ക് തരണം. ഞാൻ പോലീസ് ഓഫീസറാണ്. എൻ്റെ അടുത്ത് ഇനി ചോദ്യം ചോദിക്കാൻ നിന്നെ അടുത്ത് അകത്തിടും ഞാൻ. ശരി സാർ, ഇപ്പൊ കാണിക്കാം. ഇതിൽ നിറയെ ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. ഇതിന്റെ ഇടയിലൊരു ഫുട്ടേജ് ഉണ്ടാവുമല്ലോ, അതെവിടെ? ഇല്ല സാർ, അങ്ങനെയൊന്നുമില്ല. എൻ്റെ അടുത്ത് വളച്ചിലെടുക്കണ്ട, മര്യാദയ്ക്ക് കാണിച്ചോ. ഇതങ്ങ് ആദ്യം കാണിച്ചിടായിരുന്ന. നിങ്ങളൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഇനി ഇതിന്റെ പേരിൽ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ പറഞ്ഞിട്ടാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് വന്നാലും കുഴപ്പമില്ലാന്നോ? ഇല്ല, അങ്ങനെയില്ല സാർ. ശരി, ഇനി ഇത് ആരുടെ അടുത്തും പറയാൻ നിൽക്കണ്ട. ഇനി ഇതിന്റെ പേരിൽ തനിക്കൊന്നും വരണ്ട. പേടിയാവുന്നുണ്ടോ എനിക്ക്? വേണ്ടതോ അല്ല. ഒരാളുടെ മുന്നിലായിട്ട് മറ്റൊരാളുടെ കൊല്ലുമ്പോൾ എന്ത് രസമാണെന്നറിയോ? അവരെ കണ്ടില്ല പേടി. അത് കാണാൻ എന്ത് രസമാണെന്നറിയോ? എനിക്ക് ആ പേടിയാണ് കാണേണ്ടത്. ഇവിടെ മരിക്കുന്നത് കണ്ട് നീ പേടിക്കും, നീ മരിക്കുന്നത് കണ്ട് വേറെ ആരും പേടിക്കും. കൊല്ലുന്നതിനേക്കാളും അതിനു മുമ്പ് അവരുടെ കണ്ണുകളിൽ കാണുന്ന ആ പേടി, അത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിനും തരാൻ പറ്റില്ല. ഇനി അടുത്തത് നീയാണ്. നീ റെഡി? നീയാണോ കില്ലർ? പോലീസ് ധരിക്കൊണ്ടിരിക്കുന്ന കില്ലർ ഒരു ആണാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതൊരു പെണ്ണാണ് ഞാനും വിചാരിച്ചില്ല. എനിവേ, എൻ്റെ മുഖം കാണിച്ചു തന്നതിന് താങ്ക്സ്. ആ കുട്ടി പിശാച് കാരണം ഇന്ന് സിനിമയ്ക്ക് വന്ന് എൻ്റെ ഗേൾഫ്രണ്ട് എന്നെ തിരിച്ചിട്ട് പോയി. അവൾക്കിട്ട് എന്തായാലും ഒരു പണി കൊടുക്കണം. എന്ത് പണിയാ ഇപ്പൊ കൊടുക്കുക? ആദ്യം ആലോചിക്കേ, വല്ലതും കിട്ടും നിന്റെ കുരുട്ട ബുദ്ധിയിൽ. അല്ലെങ്കിൽ ആ കുരുപ്പിന് എന്നെക്കാട്ടിലും കുറച്ച് ബുദ്ധി കൂടുതലാണ്. എന്താണ്? കിട്ടിപ്പോയല്ലോ. എവിടെ ആ സാധനം വെച്ച്? ഇനി നീ എങ്ങനെ രക്ഷപ്പെടുന്ന നോക്കട്ടെ മോളെ. ഇതുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അമ്മ വിശ്വസിക്കാതെ. നീ കോളേജിൽ പോവാതെ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോവല്ലേ? ഇത് നീ അറിയാതെ നിന്റെ ഡ്രസ്സിൽ വെക്കും. എന്നിട്ട് നീ എവിടെ പോവാണെന്ന് ലൊക്കേഷൻ വഴി അറിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്തായാലും ഞാൻ പോയി വെക്കട്ടെ. The bird machine. Check. നീ എങ്ങാനും ചത്തായിരുന്നെങ്കിൽ എനിക്കെന്ത് സുഖമായിരുന്നില്ലേ? ഒറ്റയ്ക്ക് വീട്ടിലങ്ങോട്ട് താമസിക്കാൻ. എന്നെ വഴക്കം കൂടുന്ന നീ എന്ന കുരുപ്പിനെ കാണും വേണ്ട. അപ്പോഴേക്കും ഞാൻ വന്ന് രക്ഷിച്ചു. എന്തിനാ ഇതെന്തോ? എന്തായാലും ഞാനൊരു ഭയങ്കര സൂപ്പർഹീറോയിട്ടാ വന്ന് രക്ഷിച്ചത് അല്ലേ? അയ്യോ, ഞാനിനി പറയില്ലേ. നടക്ക്.
മോളെ നീ വന്നു. ഞാൻ എത്ര പേടിച്ചു നിന്നെ കാണാതെ. ഇപ്പൊ കണ്ടപ്പോഴേ സമാധാനമായി. എൻ്റെ മോൾക്ക് ഒന്നും കുഴപ്പമില്ലല്ലോ. ആദ്യം എല്ലാം വിളിച്ച് പറഞ്ഞു. പക്ഷേ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എന്ത് ഓരോ സീരിയലും കണ്ടിട്ടമ്മ ഇമോഷണൽ ആവാൻ നോക്കി പറഞ്ഞ ഇതുപോലെ ഇരിക്കും. ഏറ്റില്ലാട്ടമ്മ. അമ്മയ്ക്കൊന്നും ഇത് സെറ്റാവില്ല. എന്നെ പറഞ്ഞാൽ മതി. നിന്നെ കാണാണ്ട് സങ്കടപ്പെട്ടതിന്. എവിടെ നിന്ന് കിട്ടിയോ എന്തോ ഈ സാധനത്തിന്. പോയി റെസ്റ്റ് എടുക്കട്ടെ പെണ്ണെ. ഇപ്പോഴാ എൻ്റെ അമ്മായി. എന്നാൽ പോയി ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ടാറ്റാ. ഹലോ അനീതി മാഡം, എന്തെങ്കിലും വേണോ? ഇപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വന്നതല്ലേ, എന്തെങ്കിലും വേണമെങ്കിൽ പറ, വാങ്ങിച്ചു തരാം. എൻ്റെ അമ്മോ, ഞാനെന്താ ഈ കേൾക്കുന്നേ? നീ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ വാങ്ങിച്ചിരുന്നു. അയ്യോ, ഒന്നും വാങ്ങിച്ചു തരില്ല. എന്തിനാണാവോ ഞാനിങ്ങനെ ഇവിടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വെറുതെ ചോദിക്കാൻ പോണത്? നീ പോയി റെസ്റ്റ് എടുക്ക്.